Hi everyone, welcome back to Chinoo's Taste Buds. ഇന്ന് ഞാൻ 2 ടയർ കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ മിക്കവർക്കും തന്നെ വളരെ ടെൻഷനുള്ള ഒരു കാര്യമാണ് 2 ടയർ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി. എനിക്കും അതേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ 2 ടയർ കേക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ തന്നെ ഇവിടെ 2 കേക്ക് ഐസിങ് ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 5 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇത് ബേസ് കേക്ക് 1 kg അല്ലാതെ മുകളിൽ വെക്കുന്നത് 1/2 kg കേക്കുമാണ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യമേ തന്നെ ഈ 1/2 kg മുകളിൽ വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒന്ന് ആ ബേസ് കേക്കിൻ്റെ മുകളിലേക്ക് അതിൻ്റെ സൈസ് ഒന്ന് അളന്ന് വെക്കണം. അപ്പോൾ 1/2 kg ഒരു മൗൾഡ് എടുത്തതിന് ശേഷം ഇതുപോലെ സെൻറ്റർ പൊസിഷൻ കിട്ടാൻ വേണ്ടി ഇതേപോലെ ആ മൗൾഡ് വെച്ച് ഒന്ന് അളവെടുത്ത് വെക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു 1/2 kg ഷേപ്പ് നമുക്ക് അവിടെ വന്ന് കിട്ടും. പിന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാനും പറ്റും. ഇനി നമുക്ക് 1/2 kg കേക്ക് ബേസിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ബേസിൽ നിന്നും 1/2 kg കേക്ക് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് പാലറ്റ് നൈഫ് കൊണ്ട് ഇതേപോലെ ഏറ്റവും താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാര്യം നമ്മൾ ക്രീം വെച്ചിട്ടായിരിക്കുമല്ലോ താഴെ ഭാഗം സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ പയ്യെ പാലറ്റ് നൈഫ് കൊണ്ട് എടുത്തതിന് ശേഷം ആ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. കറക്റ്റ് നമ്മൾ ആ അളവെടുത്ത ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വിരൽ കൊണ്ട് ഒന്ന് വെച്ചിട്ട് അതൊന്ന് കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ ആ ഭാഗത്ത് നമ്മൾ പാലറ്റ് നൈഫ് വെച്ച ഭാഗത്ത് ആ ക്രീം ഒന്ന് ഇതേപോലെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല, നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ അതൊന്ന് ഷേപ്പ് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്കും ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു 2 ടയർ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ മാഷാഅല്ലാ വലിയ കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാ സൈഡ്സൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ആ പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് ആ കേക്ക് നമ്മൾ വെച്ച ഭാഗത്ത് ആ ക്രീം ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാം. പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ ക്രീമൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി ബോർഡറിലാണെങ്കിലും നമ്മൾ ഡിസൈൻസ് കൊടുക്കുമ്പോൾ ആ വെച്ചിരിക്കുന്ന ഭാഗം കറക്റ്റായിട്ട് കവർ ചെയ്ത് കിട്ടുന്ന വിധത്തിൽ നമുക്ക് ബോർഡർ കൊടുക്കുകയും ചെയ്യാം. ഇനി നമ്മുടെ പാലറ്റ് നൈഫ് ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയൊരു നനവോട് കൂടി തന്നെ ചെറിയ വെള്ളത്തോട് കൂടി തന്നെ, കാര്യം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നനവോട് കൂടി ആ പാലറ്റ് നൈഫ് ഒന്ന് എടുത്തിട്ട് ഈ ക്രീം ശരിക്കും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, എല്ലാ സൈഡ്സും ഒക്കെ ഒന്ന് പയ്യെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. താഴത്തെ കേക്കിൽ അധികം ടച്ച് ചെയ്യാത്ത വിധത്തിൽ മുകളിലത്തെ കേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ സൈഡ്സും ഒന്ന് പെർഫെക്റ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ മിക്കവരും കേക്ക് ഈ ബേസ് കേക്ക് താഴെയുള്ള കേക്കിൻ്റെ മുകളിലേക്ക് സ്ട്രോ ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് അതത്ര പെർഫെക്റ്റായിട്ട് തോന്നിയില്ല. കാര്യം ശരിയായിരിക്കും, സ്ട്രോ വെച്ച് ചെയ്യാൻ നേരത്ത് ഇത് കേക്ക് നമ്മുടെ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഞാനിതിപ്പോൾ ഇവിടെ ഒരു ഒറ്റ സ്റ്റിക്ക് മാത്രമേ ഞാനിതിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നുള്ളൂ. സ്ട്രോ ഒന്നും വെക്കുന്നില്ല. സ്ട്രോ വെക്കുന്നതിനേക്കാളും എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ വുഡൻ സ്റ്റിക്കുകൾ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് കറക്റ്റ് കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കേക്കിൻ്റെ സൈസ് ആ ലെങ്ത്ത് ഒന്ന് നോക്കിയിട്ട് ആ സൈസ് അനുസരിച്ച് ഈ വുഡൻ സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ശരിക്ക് കേക്കിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്ന വിധത്തിൽ വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കേക്കിനേക്കാളും കുറച്ചൊന്ന് ഹൈറ്റ് കുറച്ചിട്ട് വേണം ഈ വുഡൻ സ്റ്റിക്ക് കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഈ സ്റ്റിക്ക് പൊന്തി നിൽക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി കറക്റ്റ് സൈസ് നോക്കി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടിത് നമുക്ക് കേക്കിൻ്റെ സെൻറ്ററിലേക്ക് ഫുള്ളായിട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഒട്ടും തന്നെ ഈ സ്റ്റിക്ക് പുറത്തേക്ക് കാണാത്ത വിധത്തിൽ വേണം നമ്മളിത് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. എന്നിട്ടത് ആ സെൻറ്റർ ഭാഗം നമുക്ക് കുറച്ച് ഒന്ന് ക്രീം തേച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, കവർ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വുഡൻ സ്റ്റിക്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല സ്റ്റിഫായിട്ട് നമ്മുടെ കേക്ക് ഇരുന്നോളും. നമ്മൾ പേപ്പർ സ്ട്രോ ഒക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ കേക്കിൻ്റെ നനവ് കൊണ്ട് പേപ്പർ സ്ട്രോ കുതിർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഡ്രിപ്സ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തതിന് ശേഷം അതിൽ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് അത് പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ കേക്കിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഡ്രിപ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു ഓർഡർ കേക്ക് ചെയ്തിട്ടുള്ളതാണ്, വെഡ്ഡിങ് കേക്കാണ്. അപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുൾ റെസിപ്പി കാണിക്കാത്തത്. പിന്നെ അതുമാത്രമല്ല, ഞാൻ ഇതിന് മുമ്പത്തെ എൻ്റെ കേക്കിൻ്റെ വീഡിയോസിലൊക്കെ
ചോക്ലേറ്റ് ഗനാഷ് ചെയ്തതിൻ്റെ ഫുള്ളായിട്ടുള്ള റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. മാൻകിബറി കേക്കിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇതിപ്പോൾ ഞാൻ മെയിനായിട്ട് 2 ടയർ കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാത്തത്. പിന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് താഴത്തെ കേക്കിലും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം, ഡ്രിപ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഡ്രിപ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡ്സ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡ്സിലേക്കും ഡ്രിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് മുകളിലേക്ക് വീണ്ടും കുറച്ചുകൂടെ ഗനാഷ് ചെയ്ത് കൊടുക്കാം. എന്നാലേ നമുക്ക് ആ സൈഡ്സൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ആ ബോർഡർ ലൈൻസൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി കേക്കിൻ്റെ സൈഡ്സിലും ചെയ്ത് കൊടുക്കുക. അതേപോലെ മുകൾ ഭാഗത്തേക്കാണെങ്കിലും ബാക്കിയുള്ള ചോക്ലേറ്റ് ഗനാഷ് മുകൾ ഭാഗത്തേക്കും ചെയ്ത് ഒരു പാലറ്റ് നൈഫ് കൊണ്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ഗനാഷ് ആവുന്ന വിധത്തിൽ പാലറ്റ് നൈഫ് കൊണ്ട് പയ്യെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പയ്യെ ഒന്ന് ടച്ച് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും പെർഫെക്റ്റായിട്ട് ആക്കി കൊടുക്കുക. ഇനി താഴത്തെ ലെയറിലും അതേപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്രിപ്സ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ കേക്ക് തണുപ്പുള്ളതായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മുടെ ഡ്രിപ്സ് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ, വേഗം സെറ്റായും കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഡ്രിപ്സ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇനി അതിന് മുകളിലേക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം റെഡ് ഫ്ലവറാണ് വെക്കുന്നത്. ഇപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ റെഡും വൈറ്റും ഫ്ലവേഴ്സായിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഡ് ഫ്ലവർ ഞാനിവിടെ ഒരെണ്ണം ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളത് വൈറ്റ് ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി എൻ്റെ അടുത്ത കേക്കിൻ്റെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്ക് വൈറ്റ് ഫ്ലവേഴ്സ് കൊണ്ടുകൂടെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ബോർഡറിലും കൂടെ ഒന്ന് ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ കേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം ഒട്ടും തന്നെ അങ്ങനെ പുറത്തേക്ക് കാണാത്ത വിധത്തിൽ നമുക്ക് കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഐസിങ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഐസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ ഒട്ടും ടെൻഷൻ ഇല്ലാതെ എല്ലാവരും ഇതേപോലെ കേക്ക് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് 2 ടയർ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലേക്കൊരു കേക്ക് ടോപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.